ഹൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നീറ്റ് 2026 പ്രിപ്പയർ ചെയ്യുന്ന ഓരോ കാൻഡിഡേറ്റിനും ഏറ്റവും കൂടുതലുള്ള ടെൻഷനാണ് നീറ്റ് എക്സാം 2025 നല്ല ടഫായിരുന്നു. അപ്പോൾ ഞാൻ +2നോടൊപ്പം തന്നെ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? പാരൻസിൻ്റെയും ഒരു കൺസേൺ ആണിത്. ഇതിപ്പം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാവുമോ എന്നൊക്കെ. അപ്പം ലെറ്റ്സ് ഡു എ ഫാക്ട് ചെക്ക്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ കഴിഞ്ഞ 5 വർഷത്തെ നീറ്റിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 60 മുതൽ 70% നീറ്റ് ക്ലിയർ ചെയ്ത കുട്ടികൾ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റേഴ്സ് ആണ്. അതായത് +2 കഴിഞ്ഞ് ആദ്യമായിട്ട് +2നോടൊപ്പം തന്നെ ഈ പരീക്ഷ എഴുതിയ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ നീറ്റ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ സിലബസ് പഠിക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. എക്സാമിൻ്റെ പാറ്റേൺ ഇവർ ആദ്യമായിട്ട് കാണുന്നതാണ്. ആൻഡ് ഓൾസോ സിലബസ് ഇവർ +1 +2നോട്ട് ഫ്രഷ് ആയിട്ട് പഠിച്ച് വരുമ്പോൾ ആ ഒരു എന്തൂസിയാസത്തോടെ തന്നെ ഇവർ എക്സാം എഴുതുന്നു. ആൻഡ് മോസ്റ്റ് ഓഫ് ദെം ഹു ഗോട്ട് ദ ടോപ്പ് റാങ്ക്സ് ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, ടോപ്പ് റാങ്ക്സ് കിട്ടിയ കുട്ടികളും ഫസ്റ്റ് ടൈം അറ്റംപ്റ്റേഴ്സ് ആണ്. അത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ദെർ ആർ അറൗണ്ട് 700+ മെഡിക്കൽ കോളേജസ്, MBBS ഓഫർ ചെയ്യുന്ന 700-ലധികം കോളേജസ് ഉണ്ട്. അതിൽ 430-ലധികം ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ആണ്. ഈ 430 കോളേജസിലെല്ലാം കൂടി നമുക്ക് 55,000-ഓളം ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ്സ് ആണ് ഉള്ളത്. നീറ്റിന് ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്നത് 23 ലക്ഷം 24 ലക്ഷം കുട്ടികളാണെങ്കിലും അതിന് അപ്പിയർ ചെയ്യുന്നത് 20 ലക്ഷം ഒക്കെയാണ്. 2024 അപ്പിയർ ചെയ്ത് 20 ലക്ഷം കുട്ടികളാണ്. ആ ഒരു റേഞ്ചിലാണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടാവുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ 20 ലക്ഷം 23 ലക്ഷം കുട്ടികളൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നത് ഈ 50,000 സീറ്റിന് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ 55,000 സീറ്റിന് വേണ്ടിയിട്ടുള്ള എന്നുള്ളത്. അഗെയിൻ നീറ്റിൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബേസ്ഡ് ഓൺ ദെയർ നീറ്റ് മാർക്ക് ഓർ റാങ്ക്. അവിടെ റിസർവേഷൻ്റെ കാര്യം വരുന്നുണ്ട്. നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയാണോ സ്റ്റേറ്റ് കോട്ടയാണോ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം വരുന്നുണ്ട്. അതായത് നീറ്റിൽ നിങ്ങളുടെ കുട്ടിക്ക് കിട്ടുന്ന മാർക്കും റാങ്കും നിങ്ങൾ അതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം കൗൺസിലിങ്ങിന് കൊടുക്കുന്നു. അപ്പം നിങ്ങൾക്ക് കോളേജ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലും 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയിൽ വരുന്ന സ്റ്റുഡൻസിനാണ്. പിന്നെ സ്റ്റേറ്റ് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം സ്റ്റേറ്റ് കോട്ടയിൽ നോക്കുമ്പം ഓരോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും 85% സീറ്റുകൾ സ്റ്റേറ്റ് കോട്ടയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ബാക്കി കുറച്ച് ശതമാനം സീറ്റുകൾ EWS എക്കണോമിക്കലി വീക്ക് സെഷൻസിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഓരോ രീതിയിലും സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഈ സീറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആ 50,000 പേര് ഏറ്റവും ടോപ്പിൽ മാർക്ക് കിട്ടിയ 50,000 പേര് എന്നുള്ളതല്ല, ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ടയിലാണോ കൊടുക്കുന്നത്, സ്റ്റേറ്റ് കോട്ടയിലാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ്. ഇപ്പോൾ ജനറലിന് കുറേ സീറ്റുകളുണ്ട്. അതേപോലെ ഓരോ കാറ്റഗറി വൈസ് ആയിട്ടും ഓരോ കാറ്റഗറിയുടെയും കട്ട് ഓഫ് പെർസെൻറ്റേജ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ജനറലിൽ ഒരു കുട്ടിക്ക് 680 മാർക്കാണ് കുട്ടിക്ക് വേണ്ടതെങ്കിൽ, നല്ലൊരു കോളേജിൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടതെങ്കിൽ, ചിലപ്പോൾ അതിന് താഴെയുള്ള മറ്റ് കാറ്റഗറികളിലേക്ക് വരുന്ന കുട്ടികൾക്ക് ചിലപ്പം 550 ആകാം, അല്ലെങ്കിൽ 500 ആകാം, 450 ആകാം. അതായത് ഓരോ കാറ്റഗറി ബേസ്ഡ് ആയിട്ട് കുട്ടികളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസിൽ അഡ്മിഷൻ നേടാം. ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എയിംസ് ഡൽഹിയാണ് എല്ലാ MBBS കാൻഡിഡേറ്റും ഡ്രീം ചെയ്യുന്നത്. ഓരോ മെഡിക്കൽ ആസ്പിരൻറ്റിനും അവിടെ പഠിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എയിംസിന് തന്നെ 20ഓളം ക്യാമ്പസുകൾ ഇപ്പോൾ ഉണ്ട്. എല്ലായിടത്തും ടോപ്പ് നോച്ച് ക്വാളിറ്റി പ്രൊഫസേഴ്സ് ആൻഡ് ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് നമ്മുടെ മക്കൾക്ക് കിട്ടുക. എയിംസ് ക്യാമ്പസുകളിൽ മാത്രമായിട്ട് 2044ഓളം സീറ്റുകളുണ്ട്. അപ്പോൾ എയിംസിലെയും ഇതേപോലെ റിസർവേഷൻ ബേസ്ഡ് ആയിട്ടും ഒക്കെ ബേസ്ഡ് ആയിട്ടാണ് സെഗ്രിഗേഷൻ നടക്കുക, സീറ്റുകളുടെ അലോട്ട്മെൻറ്റ് നടക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ ഇനി നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗവൺമെൻറ് മെഡിക്കൽ സീറ്റ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ദെർ ആർ 300+ പ്രൈവറ്റ് കോളേജസ് ഇൻ അവർ കൺട്രി. ഈ പ്രൈവറ്റ് കോളേജുകളിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം പ്രൈവറ്റിൽ ഭയങ്കര ഫീസാണ് അല്ലേ, ഭയങ്കര ഹെവിലി പെയ്ഡ് ഫീസാണ്. പക്ഷേ ഇപ്പോൾ പ്രൈവറ്റ് കോളേജസിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓരോ കോളേജിനും ഒരു മെറിറ്റ് സീറ്റിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പം ആ മെറിറ്റ് സീറ്റിൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു പെർട്ടിക്കുലർ റാങ്കോ മാർക്കോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫീസിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഡിസ്കൗണ്ട് ഉണ്ടാകും. അത്രയും ഒരുപാട് ഹെഫ്റ്റി ഫീസ് പേ ചെയ്യേണ്ട വരില്ല. പിന്നെ നമുക്കറിയാം ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള നമ്മുടെ മക്കൾക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസിലൂടെ നമുക്ക് എന്താ പറയുക ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ തന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. നമ്മുടെ രാജ്യത്തെ തന്നെ ഒരുപാട് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നല്ല മെറിറ്റ് മാർക്കോടുകൂടി നല്ല മാർക്കോടുകൂടി വരുന്ന കുട്ടികൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ അവർ MBBS BDS ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ പിന്നെ നീറ്റിൻ്റെ മാർക്കിലൂടെ അവർക്ക് സെലക്ഷൻ കിട്ടുന്നത് MBBS മാത്രമല്ല, BDS ഉണ്ട്, BAMS ഉണ്ട്, BHMS ഉണ്ട്, അങ്ങനെ അലൈഡ് കോഴ്സസ് ഉണ്ട്, ആർമി നഴ്സിംഗ് ഉണ്ട് അല്ലേ, എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എയിംസ് അല്ല AFMC പോലെയുള്ള നമ്മുടെ കോളേജസുകളിൽ നഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നീറ്റ് സ്കോർ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നീറ്റ് സ്കോർ ബേസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് മെഡിക്കൽ കോഴ്സസിന് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസിന് അഡ്മിഷൻ കൊടുക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. അപ്പം ഈ കിട്ടുന്ന ഒരു സ്കോറ് വെറും ഒരു എന്താ പറയുക ഒരു കോഴ്സിന് മാത്രം എന്നുള്ള ഒരു എയിമിൽ നിങ്ങൾ കാണാതെ ഇത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് തരുന്നത്, ഒരുപാട് പോസിബിലിറ്റീസ് ആണ് തരുന്നത്. MBBS അല്ലെങ്കിൽ BDS അല്ലെങ്കിൽ മറ്റ് അലൈഡ് കോഴ്സസ് ഇൻ ഇന്ത്യ ഓർ അബ്രോഡ് നിങ്ങളുടെ സ്കോറ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ലുക്ക് അറ്റ് ദ ഗ്രാഫ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീറ്റ് കോവിഡിന് മുമ്പുള്ള നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2016 ആയിരുന്നു ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ എന്ന് പറയുന്നത്. അതിൽ എല്ലാ സബ്ജക്ട്സും തന്നെ ബയോളജിയൊക്കെ നല്ല ലെങ്തിയും വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാ ടോപ്പിക്സും എല്ലാ സബ്ജക്ട്സും നല്ല ടഫായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2017, 18, 19 ആയപ്പോഴേക്കും കുറച്ചൊരു ഡിഫിക്കൽട്ടി ലെവൽ കുറഞ്ഞ് മോഡറേറ്റ് ലെവലിലേക്ക് വന്നു. ബട്ട് 2020 കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു, കോവിഡ് ഇയർ ആയിരുന്നു. ആൻഡ് ദെൻ കമ്മിങ് ടു 2021, 2022 അങ്ങനെ ഡിഫിക്കൽട്ടി ലെവൽ കുറഞ്ഞാണ് വന്നത്. 2024 ആയപ്പോഴേക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പറായി മാറി. 2025 ആ 2016 ഡിഫിക്കൽട്ടി ലെവൽ മുകളിലേക്കാണ് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ പോയിരിക്കുന്നത്. സോ ഇത് നീറ്റിനെ നല്ലപോലെ അറിയുന്നവർക്ക്, പഠിച്ചു വരുന്നവർക്ക് ഇത് പുതുമയുള്ള കാര്യമല്ല. കാരണം പ്രീ കോവിഡ് ടൈംസിൽ 2016 നീറ്റിന് നല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടി ഉള്ള ഒരു സമയമായിരുന്നു. പ്രീ കോവിഡ് ടൈംസിൽ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടി ലെവലിലെ പേപ്പർ, മോഡറേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഡിഫിക്കൽട്ട് ആയിരുന്നു പേപ്പർ. അപ്പം ആ ലെവലിലേക്കാണ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് എഴുതുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം നിങ്ങൾ ആദ്യമായിട്ട് സിലബസ് പഠിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഫസ്റ്റ് ടൈം ലേണേഴ്സ് ആണ്. ആൻഡ് ഫസ്റ്റ് ടൈം ലേണേഴ്സ് ആർ മോസ്റ്റ് പ്രോബബ്ലി ദ ഫസ്റ്റ് ടൈം വിന്നേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടി നിങ്ങളതിനെ ഫേസ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. സൂപ്പർ കിങ്സ് ബാച്ചിൽ നിങ്ങൾക്കുള്ള എല്ലാ പ്ലാനും റെഡിയാണ് ഫ്രം ബിഗിനിങ് ടു ദി എൻഡ്. അപ്പം ഇതുവരെ നമ്മൾ കുറേ ചാപ്റ്റേഴ്സൊക്കെ ഫിനിഷ് ചെയ്തു. ഇനിയും ജോയിൻ ചെയ്യാത്തവർക്ക് ഇനിയും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. പെൻഡിങ് ആയിട്ടുള്ള ഒന്നും നിങ്ങൾ ഓർക്കണ്ട. നമ്മൾ ആക്ച്വൽ സിലബസിലേക്ക് കയറുന്നതേ ഉള്ളൂ. അപ്പം ഇറ്റ്സ് നോട്ട് ലേറ്റ്, യു ക്യാൻ സ്റ്റിൽ ജോയിൻ ദ സൂപ്പർ കിങ്സ് ബാച്ച്. പിന്നെ ആ ബാച്ചിൽ തന്നെ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്പെഷ്യൽറ്റി ഡിസൈൻ സ്റ്റഡി മെറ്റീരിയൽ തരുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ റിപ്പീറ്ററിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീസിബിൾ ആവില്ല. കാരണം നിങ്ങൾ ഈ സിലബസ് ഫസ്റ്റ് ടൈം പഠിക്കുന്നവരാണ്. NCERT കുറിച്ച് നിങ്ങൾക്ക് വലിയ അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല. നീറ്റിൻ്റെ പാറ്റേണിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഇപ്പം നീറ്റിൻ്റെ പാറ്റേണിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മിസ് ഒരു കാര്യം ഓർത്തത്. നീറ്റിൻ്റെ മാർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, 720 അറിയാം. 720 നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ക്ലാസ് 11th and 12th സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതിൽ ഓരോ സബ്ജക്റ്റിലും 45 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ല. കറക്റ്റായിട്ടുള്ള ഓരോ ആൻസറിനും +4 മാർക്കും, തെറ്റിപ്പോയാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, -1 മാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ആൻസർ തെറ്റിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ആ +4 മാർക്സും ആ കിട്ടാത്ത -1 മാർക്കും കൂടി ടോട്ടൽ 5 മാർക്സ് ആണ് നിങ്ങൾക്ക് അവിടെ നിന്ന് നഷ്ടപ്പെടുന്നത്. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിലോ 0 മാർക്സ് ആണ്. ഓക്കെ, സോ അറ്റംപ്റ്റ് ചെയ്ത് തെറ്റിച്ചാൽ ഇത്രയും മാർക്ക് പോകും. സോ ദാറ്റ് മീൻസ് ആ എക്സാമിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, ഓരോ ക്വസ്റ്റിനെയും എങ്ങനെ ഫേസ് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പം അവിടെ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതിൽ നിങ്ങൾക്ക് നല്ല ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിന് നിങ്ങൾ മോക്ക് എക്സാമുകൾ എഴുതണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങളിതെല്ലാം കൂടി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ സ്കൂളിൻ്റെ തിരക്കും, സ്കൂളിലെ ആക്ടിവിറ്റീസും, വർക്കും, സ്കൂളിലെ എക്സാമുകളും എല്ലാം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പ്ലാനുമായിട്ട് സൂപ്പർ കിങ്സ് ബാച്ച് വരുന്നത്. ആ ബാച്ചിൽ നിങ്ങൾക്ക് ഈവനിങ് ടൈം ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക, നിങ്ങളുടെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ ലൈവ് ക്ലാസ് മിസ്സായാൽ നിങ്ങൾക്ക് കവർ ചെയ്യാം. റെക്കോർഡഡ് ക്ലാസ്സസും ആപ്പിൽ അവൈലബിൾ ആണ്. ക്ലാസ്സിൽ തന്നെ നീറ്റ് എക്സ്പേർട്സ് ആണ് നിങ്ങളെ വന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഡൗട്ട്സ് ലൈവായിട്ട് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. സൈലത്തിൻ്റെ ടീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് ഓൾസോ അഡീഷണലി നിങ്ങൾക്കായിട്ട് ഞങ്ങൾ റെഗുലർ നീറ്റ് പാറ്റേണിലുള്ള എക്സാമുകൾ നടത്തുന്നുണ്ട്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എക്സാംസ് ഉണ്ട്. അപ്പോൾ പിന്നെ മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബാച്ചാണ് സൂപ്പർ കിങ്സ് ബാച്ച്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും മക്കൾ നല്ലപോലെ യൂസ് ചെയ്യുക. ആൻഡ് എക്സാമിനെ കുറിച്ചോ പാറ്റേണിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നീറ്റ് ടഫാകും, ഡിഫിക്കൽട്ടി ലെവൽ കൂടും എന്നൊക്കെ നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നീറ്റ് 2026 മുതൽ, വരുന്ന വർഷങ്ങൾ മുതൽ നമ്പർ ഓഫ് മെഡിക്കൽ സീറ്റ്സ് കൂടും. 10,000 സീറ്റ്സും കൂടി കൂടും എന്നാണ് പറയുന്നത് നമ്മുടെ രാജ്യത്ത്. ചില സ്റ്റേറ്റുകൾ കൂടുന്നുണ്ട്. പിന്നെ
മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നീറ്റിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് നീറ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റേറ്റ്സ് ആണ് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര ആൻഡ് കേരള. അപ്പം കേരളത്തിലെ മക്കളെ ആരും അത്ര ഇതാക്കി കാണണ്ട, കുറച്ച് കാണണ്ട. നമ്മൾ അടിപൊളി സ്മാർട്ട് മക്കളാണ്, അത്രയും ടോപ്പ് ലെവലിലാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ നിൽക്കുന്നത്. അപ്പം യു ആർ ഓൾസോ ഇൻ ദാറ്റ് ലിസ്റ്റ്. സോ ഡോണ്ട് വറി, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ പ്ലാൻ കൃത്യമായി ഫോളോ ചെയ്യുക. എനിത്തിങ് ഇസ് പോസിബിൾ. ഗുഡ് ലക്ക്.